വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നിറയെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തൊരു മസാല റൈസാണ് ഉണ്ടാക്കിയത്. ആദ്യം നമുക്ക് റൈസിനുള്ളൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു 10 ഉണക്കമുളക് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാശ്മീരി മുളക് ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും. സാധാ വറ്റൽമുളകാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞതിന് ശേഷം കുതിർത്തെടുക്കണം കേട്ടോ, അപ്പോൾ എരിവ് കുറഞ്ഞിരിക്കും. അപ്പോൾ ആദ്യം ഈ മുളകെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഏകദേശം 5 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച മസാല പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ആദ്യം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറിയ തീയിൽ 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും അതിൻ്റെ ഒരു പച്ച ചുവ മാറിക്കിട്ടും. മസാല നന്നായിട്ട് കുക്കായി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇനി വെജിറ്റബിൾസ് ചേർക്കാം. 2 വലിയ ക്യാരറ്റും ഒരു 10 ബീൻസും കട്ട് ചെയ്തതാണ് ആദ്യം ചേർക്കുന്നത്. നല്ലപോലെ മസാല ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ, ഒരു കൂടി പോകരുത്. ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇനി ഒരു റൈസിൻ്റെ കൂടെ നമ്മളിന്ന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ പ്രോൺസ് മസാലയാണ്. അതിനായിട്ട് 1 കിലോ പ്രോൺസ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനും നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ളൊരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഒരു വലിയ പിടി മല്ലിയില, അതിൻ്റെ ഒരു പകുതി പുതിനയില, ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. റൈസിൻ്റെ മസാലയിൽ ക്യാരറ്റും ബീൻസും ഒക്കെ ആവശ്യത്തിന് വെന്തു. ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം സ്വീറ്റ് കോണും 1/2 കപ്പ് പീസും കൂടി ചേർത്ത് കേട്ടോ. ഇതിനകത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാവേ. മഷ്റൂം ഒക്കെ ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു. ഇനി ഗ്രീൻ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ സവോള നല്ലപോലെ എണ്ണയിൽ വഴറ്റിയെടുത്തു. നന്നായിട്ട് ഇതുപോലെ വാടി ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ച ഗ്രീൻ പേസ്റ്റ് ചേർത്തു. അതും നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കണം. ഈ ഒരു മസാലയുടെയും പച്ച ചുവയൊന്ന് മാറാനായിട്ടാണ്. വെള്ളം ഒഴിക്കേണ്ട, ചെറിയ തീയിൽ അടച്ചു വെക്കാം. അപ്പോൾ ഇവിടെ ഗ്രീൻ പീസും പീസും ഒക്കെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്തു, 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കുകയാണേ. ഞാൻ സാധാരണ ഫ്രൈഡ് റൈസിന് ജീരകശാല അരിയാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം. ഏകദേശം ഒരു 2.5 കപ്പ് റൈസ് ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഫ്രൈഡ് റൈസിന് എടുക്കുമ്പം റൈസ് ഒത്തിരി വെന്ത് പോവാതെ നോക്കണം. അതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ വല്ലാതെ കുഴഞ്ഞു പോകും. ഈ ഒരു റൈസിൽ മഷ്റൂം ഒക്കെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നോൺ വെജ് സൈഡ് ഡിഷ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മഷ്റൂമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് തൈരോ സാലഡോ മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൈസിൽ സ്വീറ്റ് കോണും ഗ്രീൻ പീസും ഒക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലൊരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റൈസാണ്. അപ്പോൾ പ്രോൺസിനുള്ള ഗ്രീൻ മസാലയുടെ പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒരു പച്ച ചുവ മാറാനായിട്ട് എണ്ണ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടു. ഇനി തക്കാളി ഒന്ന് വെന്ത മസാലയുടെ കൂടെ ചേരാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് തക്കാളിയും സവോളയും മാത്രം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും തൈരും ഇട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിയുമ്പം 1 കിലോ പ്രോൺസ് വൃത്തിയാക്കി വെച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക. പ്രോൺസ് പെട്ടെന്ന് വേവും. ഒരു 10 മിനിറ്റ്സ് 10 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഗ്രേവി ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇതെല്ലാം പ്രോൺസിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ഇതിൻ്റെ ഒരു എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഈ കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രീൻ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി. മസാല വെജിറ്റബിൾ റൈസ് സൂപ്പറാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പ്രോൺസ് കറി, കുറച്ച് സാലഡും. നല്ലൊരു ലഞ്ചായിരുന്നു. നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഈ ഒരു മസാല റൈസിൽ കുറച്ച് മഷ്റൂമും കൂടി ചേർത്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സാലഡും റൈസും കൂടി തന്നെ നല്ലതായിരിക്കും കേട്ടോ.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.